ഹായ് നമസ്കാരം, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. ജോർജ് കുട്ടിയുടെ മൂന്നാം വരവ്, അതെ, ദൃശ്യം 3 മൂവിയുടെ റിവ്യൂമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ 2013 റിലീസായ ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം മലയാളത്തിലെ ആദ്യ 50 കോടി ക്ലബ്ബ് നേടി ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിട്ടാണ് തിയേറ്റർ വിട്ടത്. പിന്നീട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം കോവിഡ് ടൈമിൽ OTT റിലീസായിട്ടാണ് എത്തിയെങ്കിൽ പോലും അതിനും മികച്ച റെസ്പോൺസ് ആണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗമായ ദൃശ്യം 3ക്കും വലിയ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയാം, ജിത്തു ജോസഫ് ഞെട്ടിച്ചു കളഞ്ഞു. ആദ്യത്തെയും രണ്ടാം ഭാഗത്തെയും പോലെ തന്നെ കിടു പടം തന്നെയാണ് ദൃശ്യം 3. ഇനി ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ ആദ്യ പകുതി ഒരു സ്ലോ പേസിലായിട്ടാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ആവറേജ് ആയിരുന്നു. എങ്കിൽ പോലും ഇന്റർവെൽ പോർഷൻ ഞെട്ടിച്ചുകൊണ്ടാണ് നിർത്തിച്ചത്. പിന്നീട് അങ്ങോട്ട് ചിത്രം ടോപ്പ് ഗിയറിലാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ കണ്ട ആ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇല്ല. പക്ക ഒരു എൻഗേജിങ് ത്രില്ലർ ആയിട്ടാണ് പിന്നീട് സിനിമ മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേണുകൾ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ആരാധകർക്കായി ജിത്തു ജോസഫ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ നാലാം ഭാഗത്തിലേക്ക് ഒരു ത്രെഡ് കൂടി ഇട്ടാണ് ഈ ഒരു ചിത്രം അവസാനിക്കുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരികയാണ് എങ്കിൽ ലാലേട്ടൻ ഇതിൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയ ഒരേ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് മേക്കിംഗ് ആണ്. ജിത്തു ജോസഫ് സിനിമകൾക്ക് എപ്പോഴും കേൾക്കാറുള്ള ഒരു പഴി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മേക്കിംഗ് ശൈലിയാണ്. ഒരു സീരിയൽ നിലവാരത്തിലാണ് അദ്ദേഹത്തിന്റെ മേക്കിംഗ് മിക്കപ്പോഴും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങളും ആ ഒരു രീതിയിൽ ലഭിക്കാറുണ്ട്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും ഫസ്റ്റ് ഹാഫിലെ മേക്കിംഗ് പലയിടത്തായി മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ബിൽഡിംഗ് ആണ്. കാരണം ദൃശ്യം 2ന് ശേഷം അത് ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്നും അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാമാണ് ഫസ്റ്റ് ഹാഫിൽ കാണിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടായിരുന്നു ചിത്രത്തിന്റെ ആദ്യ പകുതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മേക്കിങ്ങിലെ ആ ഒരു പോരായ്മയെ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ തന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് മറികടക്കാനായിട്ട് ജിത്തു ജോസഫിനെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജിത്തു ജോസഫിന്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങളെല്ലാം തന്നെ തിയേറ്ററിൽ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നല്ലൊരു ബോക്സ് ഓഫീസ് കംബാക്ക് ആണ് ദൃശ്യം 3. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, സ്പോയിലേഴ്സ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിന് മുന്നേ തന്നെ തിയേറ്ററിൽ പോയി തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. ബൈ.